അതെ, നിങ്ങളാരെങ്കിലും ഇതുപോലെ മുട്ട ചിക്കി പൊരിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പി നോക്കിയൊന്ന് മുട്ട ചിക്കി പൊരിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് അതിനായിട്ട് ഒരു ദോശത്തവയിൽ ഇത്തിരി എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ആ 2 മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ആ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമുക്ക് ഏകദേശം മുട്ടയ്ക്കകത്തോട്ടൊരു ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി അങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. അപ്പം നമ്മൾ ഈ തോരനൊക്കെ ആക്കുന്നത് പോലെ ഒന്ന് ചിക്കി ചിക്കി ഒന്ന് നമുക്ക് എല്ലാം എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ തണലും വേവിച്ചെടുക്കാം. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കാം. ഒരുപാടങ്ങ് മൂപ്പിക്കണമെന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരിത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി നമുക്കൊന്ന് ആ പച്ചക്കുത്തൽ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു ശകലം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ശകലം വെളുത്തുള്ളിയും ചേർക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു അല്ലി വെളുത്തുള്ളി മാത്രം മതി. ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി ഒരു കൈയോളം കുറച്ച് ക്യാബേജ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാവേ. ഇനി നമുക്കൊരിത്തിരി ഒരു കൈയോളം തന്നെ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരിത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി ഒരു സ്പൂണ് നമുക്ക് വറ്റൽമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിക്കാം. വറ്റൽമുളകൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നവർ എരിവ് കുറച്ച് മാത്രം ചേർത്ത് ചെയ്യുക. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ചിക്കി പൊരിച്ചതിൻ്റെ പരിപാടി. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡിയായി. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇനി നമുക്ക് നൂഡിൽസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇനി ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ റോൾ ചെയ്ത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണേ. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. കാരണം നമുക്ക് ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ ആ ചെക്കി പൊരിക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തതയൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ പറയാം. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.